പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SIR-മായി ബന്ധപ്പെട്ട് എല്ലായിടത്തും ഫോമുകൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സീരിയസ്നെസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാം മനസ്സിലാവാത്ത ആളുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയാണ് എങ്ങനെ നമുക്ക് ഫോം ഫില്ല് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് 2002 SIR-ൽ പേരുള്ള ഒരു സഹോദരിയുടെ SIR ഫോമാണ്. അപ്പം അതിൽ നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്നത് ജനന തീയതിയാണ്. ജനന തീയതി അവരുടെ കയ്യിൽ ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ID കാർഡിലുള്ള ജനന തീയതി തന്നെ അതേ കൊടുക്കുക. എന്നിട്ട് ആധാർ നമ്പറാണ് ചോദിക്കുന്നത്. ആധാർ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ എന്ന് വെച്ചാൽ അത് ഓപ്ഷനിലാണ്, എന്നാലും ഉണ്ടെങ്കിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം മൊബൈൽ നമ്പർ, കഴിവതും സ്വന്തം മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കുക. അതിനുശേഷം പിതാവിൻ്റെ പേര്, അതായത് അവരുടെ ഈ വോട്ടർ ലിസ്റ്റിൽ ആരുടെയാണ് പേരുള്ളത് അവരുടെ പിതാവിൻ്റെ പേര്, അവരുടെ പിതാവിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം, അതൊന്നും കമ്പൽസറി അല്ല. അതിനുശേഷം മാതാവിൻ്റെ പേര് ചോദിക്കുന്നു, മാതാവിൻ്റെ പേര് കൊടുക്കുക. അവരുടെ എപ്പിക് നമ്പർ, അതായത് ID കാർഡ് നമ്പറാണ് ചോദിക്കുന്നുള്ളത്, അത് കൊടുക്കുക. അതൊക്കെ ഓപ്ഷനിലാണ്. അതിനുശേഷം അവരെ പങ്കാളിയുടെ പേര് ചോദിക്കുന്നുണ്ട്, പങ്കാളിയുടെ പേര് കൊടുക്കുക. അവരെ ID കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അപ്പം ആദ്യത്തെ കോളം ഫില്ല് ചെയ്തതിന് ശേഷം, അതായത് ആരെ ഫോം എഴുതുമ്പോഴും ആദ്യം ഈ ഒരു കോളം തന്നെ ഫില്ല് ചെയ്യണം. അതിനുശേഷം രണ്ടാമത്തേതിൽ, ഇത് 2002 SIR-ൽ പേരുള്ളത് കൊണ്ട് ഇവരുടെ ഈ കോളത്തിലാണ് ഇവർ ഫില്ല് ചെയ്യേണ്ടത്. അതായത് ആദ്യം തന്നെ വോട്ടറുടെ പേര്, ഈ വോട്ടറുടെ പേര് ഇവിടെ എഴുതി. അതിനുശേഷം അവരുടെ 2002 എപ്പിക് നമ്പർ, ഇവർക്ക് 2002 വോട്ടുള്ളത് കൊണ്ട് ഇവർ 2002 എപ്പിക് നമ്പർ എഴുതി. അവരുടെ ബന്ധുവിൻ്റെ പേര് എഴുതി, ബന്ധുവിൻ്റെ പേരാണ്. അതിനുശേഷം ബന്ധം ഇതാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഹസ്ബൻഡിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കാസർഗോഡ് കേരള ആ ഒരു രീതിയിൽ അതത് മണ്ഡലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഓരോ മണ്ഡലത്തിനും ഓരോ നമ്പറുണ്ട്. ഇപ്പോൾ മഞ്ചേശ്വരാണെങ്കിൽ 001 ആണ്, 1-ാം നമ്പറാണ്. അതിനുശേഷം ഭാഗ നമ്പറും ക്രമ നമ്പറും എഴുതിയാൽ ഫോം ഫില്ല് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ടൈപ്പ് ഉള്ളത് ആദ്യം തന്നെ ഇതുപോലെ തന്നെ ആദ്യം അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. ഇവർക്ക് ഇത് 2002 പേരില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ നിലവിലുള്ള ജനന തീയതിയും ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, പിന്നെ ഫാദറിൻ്റെ പേര്, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. അതുപോലെ ചെയ്യുക. അതിനുശേഷം അവരുടെ ബന്ധുവിൻ്റെ 2002 അവരുടെ ബന്ധുവിൻ്റെ പേര്, അതായത് 2002 വോട്ടർ ലിസ്റ്റ് പേരുള്ള ബന്ധുവിൻ്റെ പേരാണ് ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് ഈ ഒരു കോളത്തിലാണ് തന്നെ. അത് 2002 ഇവരെ ബന്ധുവിൻ്റെ ആക്കി കൊടുത്തിട്ടുള്ള അബ്ദുറഹ്മാൻ എന്നാണ്. അതായത് അബ്ദുറഹ്മാൻ ഇവരെ ഫാദറാണ്. അതിനുശേഷം ബന്ധുവിൻ്റെ പേര് ചോദിക്കുന്നത്, അപ്പോൾ ഫാദറിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നോർമലി അവരുടെ ബന്ധം പിതാവ് എന്ന് പറയും. പിന്നെ കാസർഗോഡ് കേരള, അതുപോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇത്രയുമാണ് ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം പറയാനുള്ളത്, ഇതിൽ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ആളുണ്ടെങ്കിൽ അവരെ ഡീറ്റെയിൽസ് എഴുതുമ്പോൾ അവർ എവിടെ നിന്നാണോ വന്നത് അവിടുത്തെ ഡീറ്റെയിൽസ് എടുത്താണ് അവരുടെ ഫാദറിൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെ ഡീറ്റെയിൽസ് എടുത്താണ് എഴുതുന്നത്. അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് എഴുതാൻ പറ്റില്ല. അവർ ഏത് സ്ഥലത്ത് നിന്നാണോ വന്നത് ആ സ്ഥലത്തെ ബൂത്തിൻ്റെ പേരെടുത്ത് അവിടുത്തെ ആളുമായി ബന്ധപ്പെട്ട് ആ ഫാദർ ഉപ്പാൻ്റെ അല്ലെങ്കിൽ ബന്ധുക്കളായ ഡീറ്റെയിൽസ് എടുത്താണ് അവിടെ എഴുതേണ്ടത്. അല്ലാണ്ട് ഇവിടെ സ്വന്തം നിലവിലുള്ള സ്ഥലത്തെ ഡീറ്റെയിൽസ് എഴുതാൻ പറ്റില്ല. ഒരു പക്ഷെ അവർക്ക് ഫോം ഇവിടെ നിന്ന് കിട്ടും, അവിടെ ഇങ്ങോട്ട് വോട്ടർ ലിസ്റ്റ് അവർ എൻ്റെ ബൂത്തിലായിരിക്കാം, പക്ഷെ അവർ വന്നത് വേറെ സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് ആ വേറെ സ്ഥലം എവിടെയാണോ വന്നത് ആ സ്ഥലത്തെ ഫോമാണ്, അവിടുത്തെ ഡീറ്റെയിൽസാണ് എഴുതേണ്ടത്. കൃത്യമായ നിർദ്ദേശം BLOമാർ തരുന്നുണ്ട്. അവർക്ക് വേണ്ടത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ തന്നെ ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് BLOമാരെ ഏൽപ്പിക്കുന്നതാണ് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും നല്ലത്. താങ്ക് യു.